പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ പൗലോസ് ലീഹ കൊറിന്തോസ്യർ എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 4-ാം തിരുവചനത്തിൽ ഇപ്രകാരമാണ് നാം കാണുന്നത്: ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ മനുഷ്യരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. പലപ്പോഴും നമ്മെ നയിക്കുന്നത് ഈ ലോകത്തിൻ്റെ ശക്തികളാണ്, അതായത് ഈ ലോകത്തിൻ്റെ ദേവന്മാരാണ്. നാം ദൈവവിശ്വാസികളാണെന്ന് പറയുമ്പോഴും നമ്മുടെ ശ്രദ്ധയും പരിശ്രമങ്ങളും നമ്മുടെ അധ്വാനവും ചിന്തയുമെല്ലാം ഈ ലോക കാര്യങ്ങളിൽ മുഴുകിയിരിക്കുകയാണ്. ധനം എങ്ങനെ കൂടുതൽ സമ്പാദിക്കാം, മറ്റുള്ളവരുടെ പ്രശംസയും അതുപോലെ കയ്യടിയും എപ്രകാരം നമുക്ക് നേടിയെടുക്കാൻ കഴിയും, നമ്മുടെ ജഡിക താല്പര്യങ്ങളും സ്വാർത്ഥതയും അഹങ്കാരവും എല്ലാം നമ്മുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുകയാണ്. നമുക്ക് കണ്ണുണ്ടെങ്കിലും നമ്മുടെ തൊട്ടടുത്തുള്ള സഹോദരങ്ങളെ പോലും കാണുവാൻ നമുക്ക് കഴിയുന്നില്ല. അവരുടെ ദുഃഖങ്ങളോ അവരുടെ പ്രയാസങ്ങളോ അവരുടെ വേദനകളോ ഒന്നും നാം അറിയുന്നില്ല. അഥവാ അറിഞ്ഞാൽ തന്നെയും അവയോട് നാം കണ്ണടയ്ക്കുകയാണ് ചെയ്യുന്നത്. കണ്ണുണ്ടായിട്ടും കാണാതിരിക്കുക എന്നത് ഒരു ആത്മീയമായ അന്ധതയാണ്. ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ നാം മനസ്സിലാക്കാതെ പോകുന്നെങ്കിൽ ആത്മീയ അന്ധരായി നാം മാറുകയാണ്. നമുക്ക് ദൈവം നൽകിയ കഴിവുകൾ നാം സ്വന്തമായി നേടിയെടുത്തതല്ല, എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവത്തെ നാം സ്നേഹിക്കുന്നുവെന്ന് പറയുമ്പോഴും നമ്മുടെ സഹോദരങ്ങളോട് നാം വെറുപ്പും വൈരാഗ്യവും വാശിയും വെച്ച് പുലർത്തുകയാണ്. തക്കം നോക്കി പ്രതികാരം ചെയ്യണമെന്നുള്ള ഒരു ചിന്തയിലാണ് നാം പലപ്പോഴും നീങ്ങുന്നത്. അപ്പോൾ നമ്മെ അന്ധരാക്കി മാറ്റുന്നത് ഈ ലോകത്തിൻ്റെ ദേവനാണ്, സാത്താൻ്റെ ശക്തിയാണ്, തിന്മയുടെ ശക്തിയാണ്. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഈ ചിന്തകളെ, വാശി, വൈരാഗ്യം, പ്രതികാര ചിന്തകളെല്ലാം മാറ്റി നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുത്തുകൊണ്ട് ദൈവീക മനോഭാവത്തിൽ ജീവിച്ച് ദൈവഹിതം നിറവേറ്റുന്നവരായി മാറുമ്പോഴാണ് നാം യഥാർത്ഥത്തിൽ ദൈവമക്കളാകുന്നതും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുന്നത്. നമ്മുടെ ചിന്തയിലും പ്രവൃത്തിയിലും ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുത്തുകൊണ്ട് നാം ജീവിക്കുന്നവരായി മാറണം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ 41-ാം തിരുവചനത്തിൽ അന്ധനായ ഒരു മനുഷ്യനോട് യേശു ചോദിക്കുന്നുണ്ട്: ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് എന്ന്. ഇന്ന് യേശു നമ്മോടും ചോദിക്കുന്നുണ്ട്, നിനക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്. നമ്മുടെ അന്ധതയെ മാറ്റിയെടുക്കാൻ ഉള്ള അനുഗ്രഹമാണ് നാം ദൈവത്തോട് യാചിക്കേണ്ടത്. കാരണം നമുക്ക് കാഴ്ച വീണ്ടും കിട്ടണം, നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കാൻ കഴിയണം, ദൈവത്തിൻ്റെ ഹിതമറിയുവാൻ നമുക്ക് കഴിയണം. അങ്ങനെയുള്ളൊരു മനസ്സിന് വേണ്ടിയാണ് നാം ദൈവത്തോട് യാചിക്കേണ്ടത്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.